സുവിശേഷ പ്രവർത്തകനായ ബിജു ജോയി തുവയൂർ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു പൂർവ്വകാലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ക്രിസ്തീയ ആശയങ്ങളെ നഖശിഖാന്തം എതിർത്തിരുന്ന ബിജു ജോയി എങ്ങനെ ഒരു സുവിശേഷകനായി എന്ന ആ വലിയ മാറ്റത്തിൻ്റെ കഥയാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ഇന്നേക്കൊരു 32 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ പല കാര്യങ്ങളും നടക്കുവാനിടയായി. ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് അമിതമായ ആവേശമുള്ള ആളായിരുന്നു ഞാൻ. എന്തുകൊണ്ടെന്നാൽ ഈ മാനവ സമൂഹത്തിന് സമൂലമായ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുന്ന മനുഷ്യ സമുദായത്തെ, മനുഷ്യ സമൂഹത്തെ വല്ലാതെ സ്വാധീനിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുവാൻ, വിശേഷിച്ച് സാധാരണക്കാർക്കും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കും ഈ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് വിശ്വസിക്കുവാൻ എൻ്റെ ബാല്യം മുതൽ ഇടവന്നിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി, വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ചെറുപ്പം മുതൽ ഏകദേശം ഒരു 10, 12, 15 വയസ്സ് മുതൽ തന്നെ എനിക്ക് വലിയ ബന്ധമായിരുന്നു. അന്നത്തെ വളരെ ശക്തരായ സഖാക്കളുടെ ജീവിതം, അവരുടെ ജീവിത ലക്ഷ്യം, സമൂഹത്തെക്കുറിച്ചുള്ള അവരുടെ ദാർശനികത, ഇതൊക്കെ എന്നെ വല്ലാതെ സ്പർശിക്കുവാനിട വന്നു. എൻ്റെ പിതാക്കന്മാർ, എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ, അതുപോലെ ആ സഹോദരങ്ങൾ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, ഇവരെല്ലാം ഇടതുപക്ഷ അനുഭാവികളും പാർട്ടി പ്രവർത്തകരുമായിരുന്നതുകൊണ്ട് എനിക്ക് ഈ പ്രസ്ഥാനത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത, ഈ ലോകത്തിലെ മനുഷ്യർക്ക് ശരിയായ ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും എല്ലാവരും ഒരുപോലെ ജീവിക്കുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടാകും എന്ന് അവരുടെ വാക്കുകളിലൂടെ, അവരുടെ പ്രഖ്യാപനങ്ങളിലൂടെയൊക്കെ മനസ്സിലായതുകൊണ്ട് അവനോട് അമിതമായിട്ടുള്ള എൻ്റെ ആ സ്നേഹം, അങ്ങനെ ആ സ്നേഹത്തിൽ ഞാൻ ജീവിച്ചു. കോളേജ് വിദ്യാഭ്യാസ കാലമൊക്കെയായി വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് പട്ടാളത്തിലെ ഒരു ജോലിക്കാരനായിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് കടന്നു വന്നു. എന്നാൽ സാധാരണയൊക്കെ ഉള്ള ആളുകളെ പോലെ തന്നെ മദ്യപാനം തുടങ്ങി. ആ മദ്യപാനത്തിൻ്റെ വിവിധമായിട്ടുള്ള ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ അനുഭവിക്കാനിടയായി. എന്നാൽ നല്ല സ്നേഹമുള്ള, മദ്യപിക്കാതിരിക്കുമ്പോൾ ഭയങ്കരമായ സ്നേഹവും കരുതലും ഒക്കെ ഉള്ളൊരു പിതാവായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ കുറേ കാലം ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് കഴിയുമ്പോൾ ജീവിതത്തിൽ എന്താണെന്ന് അറിയാൻ കഴിയാത്ത ഒരു അസ്വസ്ഥത, ഒരു സങ്കടം, ഒരു വേദന, പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന ചില അനുഭവങ്ങൾ, ഇവയൊക്കെ എന്നെ ബാധിക്കുവാനിടയായി. അപ്പോൾ വിവിധമായ നിലയിൽ പല തരത്തിലുള്ള പരിഹാരം അതിനുവേണ്ടി പരിശ്രമിച്ചു. അനേക ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഈശ്വരനെ തേടി പോയ അനേക സമയങ്ങളുണ്ട്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിലും നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവം നല്ല സ്നേഹമുള്ളവനാണ്, മനുഷ്യനോട് കരുണയുള്ളവനാണ് എന്ന വാസ്തവം നമുക്കറിയാം. പക്ഷേ നമുക്കത് ഒരു തരത്തിലും അനുഭവിക്കാനായിട്ട് കഴിയാതിരിക്കുന്നു. അങ്ങനെ കുറേ കാലം കഴിയുമ്പോഴേ എൻ്റെ ഒരു സ്നേഹിതൻ നിമിത്തം പല ക്ഷേത്രങ്ങൾ, പലയിടങ്ങളിലെ പള്ളികളെ ഒക്കെ ഇങ്ങനെ കടന്നു പോകും മനസ്സിൻ്റെ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി. എന്നാൽ മനസ്സിനൊരു സമാധാനമോ സ്വസ്ഥതയോ ഒന്നും വേണ്ടും പോലെ ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ മുമ്പേ ഉറപ്പിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടി നല്ലവണ്ണം പ്രവർത്തിക്കുന്ന, സിരകളിൽ ഒഴുകും ചുടുനിണം ഇനിയും ഒരു രക്തതാരകമാകട്ടെ എന്നൊക്കെ അവരുടെ ആവേശവും, ഇനിയും നമുക്ക് കൈവിലങ്ങുകളല്ല വരാൻ പോകുന്നത് ഒരു നവയുഗമാണ്, ഒരു പുതുലോകമാണ്, സാധാരണക്കാരനും കർഷകനും തൊഴിലാളിക്കും ഒക്കെ വളരെ സ്വാധീനമുള്ള, എല്ലാവരും ഒരുപോലെ ജീവിക്കാൻ പോകുന്ന ഒരു ലോകം വിശേഷിച്ച് ഉണ്ടാകുന്നു എന്നുള്ള വലിയൊരു പ്രതീക്ഷയൊക്കെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം വലിയ വലിയ ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിന് വേണ്ടും പോലൊരു സമാധാനമില്ല. ആ സമാധാനക്കേട് പരിഹരിക്കുവാൻ പല മാർഗങ്ങൾ, ആരോരും അറിയാതെ ചില സുഹൃത്തുക്കളുമായി മദ്യപിക്കുക, മറ്റ് കാര്യങ്ങളിൽ ലോകത്തിലെ മനുഷ്യന് സന്തോഷം തരുന്ന പല കാര്യങ്ങളിൽ ഇടപെടുക, ഇതൊക്കെ കുറേ കാലങ്ങൾ ചെയ്തു. ഒരു സമാധാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു സ്നേഹിതൻ
ഈ ആത്മീയ താല്പര്യമുള്ള ആളായി, വിശ്വാസിയായി ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലായി. ഞാൻ അയാളുടെ വീട്ടിൽ പോകാനുള്ള കാരണം, ഈ നല്ല ഉത്സാഹിയായ വളരെ താല്പര്യത്തോടുകൂടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുകയും സമൂഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ, അയാൾ ഈ പ്രാർത്ഥനയൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പണ്ട് തന്നെ പറയുമായിരുന്നു, ജീവിത ലക്ഷ്യമൊന്നുമില്ലാത്തവരുടെ പരിപാടിയാണ് ഈ ആത്മീയ ജീവിതമൊക്കെ. അവർ വല്ല ഹിമാലയത്തിലൊക്കെ പോയി ഇരുന്ന് അങ്ങനെ ഈ ഈശ്വരനെ ഉപസിച്ചൊക്കെ ജീവിക്കണമെന്നൊക്കെ കളിയാക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനുള്ള കാര്യം, ഈ മനുഷ്യനെ എങ്ങനെയും തിരിച്ച് സജീവമായിട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. അതിന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചില ആളുകൾ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. ഞാനങ്ങനെ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ തലച്ചോറിനകത്ത് ഇദ്ദേഹത്തോട് വേണ്ടി വന്നാൽ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ ശുദ്ധീകരിച്ച് അയാളുടെ ബുദ്ധിയിലും അറിവിലും ഒക്കെ വന്നിരിക്കുന്ന തെറ്റുകളും തെറ്റിദ്ധാരണകളും ഒക്കെ തിരുത്തി അദ്ദേഹത്തെ ഒരു കാരണവശാലും ആത്മീയ ജീവിതത്തിനും ആത്മീയ കാര്യത്തിനും വിടാതെ തിരിച്ച് കുറച്ചുകൂടെ സജീവമായിട്ട് ഈ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുത്തണം എന്ന ആഗ്രഹത്തോടെ ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് എൻ്റെ അറിവുകളെല്ലാം വിളമ്പി. എനിക്ക് കുറേ ആളുകളുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളുടെയും മറ്റുമൊക്കെ അറിവുകളൊക്കെ ഞാൻ അങ്ങ് വലുതായിട്ട് ഈ മനുഷ്യന് പകർന്ന് അയാളെ രക്ഷപ്പെടുത്തണം, അയാളെ ഇതിൽ നിന്ന് ഈ തെറ്റായ വഴിയിൽ നേരെയാക്കണമെന്ന് കരുതി ആണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ആ മനുഷ്യനിൽ നിന്ന് എനിക്ക് ഉണ്ടായ അനുഭവം അതെൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ച് കുലുക്കി. ഒന്നാമത് ആ മനുഷ്യൻ അനുഭവിക്കുന്ന സമാധാനം. അയാളുടെ വീട്ടിൽ അതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, ഈ ആത്മീയ കാര്യങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്നുണ്ടായിരുന്നൊരു സ്ഥിതിയല്ല അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ അനുഭവത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ പരസ്പര ബന്ധത്തിനും സ്നേഹത്തിനും കുറച്ചുകൂടെ ആഴം വന്നിട്ടുണ്ട്. കാരണം ഒരാളുടെ ജീവിതത്തിൽ ഈശ്വരൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ബന്ധങ്ങളെ നേരെയാക്കാൻ ഈശ്വരന് കഴിയും. അത് ആ മനുഷ്യന് ഞാൻ കാണാനായിട്ട് ഇടവന്നു. എനിക്കത് എന്നെ വല്ലാതെ സ്പർശിച്ചു. മാത്രമല്ല ഈ മനുഷ്യൻ എന്നോട് എൻ്റെ ഭാഷ വളരെ മോശമായിരുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളെയൊക്കെ വളരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ ഏതെല്ലാം തരത്തിൽ തേജോവധം ചെയ്യാൻ കഴിയുമോ ആ നിലത്തിലൊക്കെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. പക്ഷേ ആ മനുഷ്യൻ ഭയങ്കരമായി സൗമ്യനായി. എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തുന്ന, തന്നെ ഒരാൾ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടും അവയോട് സൗമ്യമായി പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ആ അത്ഭുതം ഞാൻ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ അത് ബോധ്യമായി. എന്നാൽ അദ്ദേഹത്തോട് കുറേ സമയം സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം സർവ്വലോക മനുഷ്യരുടെയും രക്ഷിതാവായ പാപവിമോചകനായ യേശുക്രിസ്തുവിനെ കുറിച്ചും അവിടുത്തെ ഏറ്റവും വിലപ്പെട്ട സ്നേഹത്തെക്കുറിച്ചും എന്നോട് സംസാരിക്കുവാനായിട്ട് വന്നു. അപ്പോൾ ലോകത്തിലെ മനുഷ്യനെ ഒരാളെ ചിന്തിക്കുന്നതിനപ്പുറം ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന, ഒരാളുടെ ജീവിതത്തെ ഒരു പുതിയ മേഖലയിലേക്ക്, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഈശ്വര സ്നേഹത്തെക്കുറിച്ച് അത് ഈ യോഹന്നാൻ എന്ന് പറയുന്ന സുവിശേഷകൻ അത് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാതെ അവരെ രക്ഷിക്കാൻ തക്കവണ്ണം സ്വന്തം പുത്രനെ മനുഷ്യർക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ ആ ദൈവസ്നേഹം എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്പർശിച്ചത് എൻ്റെ തലയിലുണ്ടായിരുന്ന ബുദ്ധിയിലും അറിവിലും ഉണ്ടായിരുന്ന എല്ലാ ആശയങ്ങളെക്കാൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ ദൈവസ്നേഹം ഇന്നും എന്നെ ചലിപ്പിക്കുന്നത്, ഇന്നും എന്നെ ഈ ഒരു സുവിശേഷകനായി നിലനിർത്തുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ചേതോവികാരം, ലോകത്തിൽ ആർക്കും സ്നേഹിക്കാൻ കഴിയാതെ വണ്ണം ഈശ്വരൻ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം ആ മനുഷ്യനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മാത്രമല്ല, ഒരാൾക്കും ഈ സ്വന്തം ശക്തി കൊണ്ടൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. മനുഷ്യൻ പാപിയായിരുന്നപ്പോൾ, വാസ്തവത്തിൽ മനുഷ്യൻ ദൈവത്തിന് ശത്രുക്കളായി, മനുഷ്യൻ ദൈവത്തോട് ശത്രുത്വമായിരുന്നപ്പോൾ അപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ അനുകൂലമായി നിൽക്കുന്ന പലരും എന്നോട് സ്നേഹം കാണിക്കാം. ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്തോ അവർക്കൊക്കെ
നമ്മളോട് സ്നേഹം കാണിക്കാം. പക്ഷേ ഞാൻ ശത്രുവാണ്. പാപം ചെയ്ത് മനസ്സാ വാച കർമ്മണ നമ്മളുടെ പാപം, ഞാൻ പാപം ചെയ്തിരിക്കുക, എനിക്ക് എൻ്റെ മനസാക്ഷിയിൽ അതറിയാം. പലതരത്തിലുള്ള എൻ്റെ ഈ പാപങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായിട്ടും ആ മനുഷ്യൻ പറഞ്ഞ ആ സ്നേഹം, അപ്പോൾ വാസ്തവത്തിൽ എവിടെയോ ഞാൻ വായിച്ചിട്ടുള്ളതുപോലെ ബൈബിളിലെ ഏറ്റവും വലിയ പദം വിശ്വാസമല്ല, സ്നേഹമാണ്. അത്ര അധികം ദൈവം നമ്മെ സ്നേഹിച്ചു. അപ്പോൾ എന്നെപ്പോലെ ഒരാളെ ദൈവം അങ്ങനെ സ്നേഹിക്കുക. ഈ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ അടൂർ സെൻറ്റ് സിൽസ് കോളേജിലാണ് പഠിച്ചത്. അവിടെ അന്നൊരു ICPF എന്ന് പറയുന്ന ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന കോളേജ് ക്യാമ്പസുകളിലൊക്കെ ശരിക്കും ദൈവസ്നേഹം പറയുന്ന ആളുകൾ, അവരുടെ യോഗം നടക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെയും വളരെ സജീവ പ്രവർത്തകനായിട്ട് ഞാൻ ഇരിക്കുക. ഇവർ ഈ യോഗം വെച്ചപ്പോൾ അവരുടെ ബോർഡെല്ലാം കൂടെ അവിടെ വെച്ചിരുന്നു. എനിക്ക് അവരോട് വിരോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ബോർഡും അവരെ അവിടെ വെച്ചിരുന്ന ഈ കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് അടുത്ത ഒരു പറമ്പിലൊക്കെ എറിയുകയായിരുന്നു ചെയ്തത്. ഇത്രയൊക്കെ ദൈവത്തിന് അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ട് നിന്നിട്ടും ഇന്നും സ്നേഹിക്കുന്ന, ഇപ്പോഴും സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം ആ മനുഷ്യൻ്റെ വാക്കുകളിലൂടെ എൻ്റെ ഉള്ളിൽ ദൈവം അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ ഞാൻ ആ മനുഷ്യൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു. ഇന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് കരഞ്ഞതെന്ന്. എന്നാൽ എൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ടായി, ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ് ഞാൻ. എന്നെപ്പോലൊരു പാപി ലോകത്തിലില്ല. ഇത്ര ഭയങ്കര പാപിയായിരുന്നു എന്നോട് ദൈവം തമ്പുരാൻ ഇത്ര അധികം സ്നേഹം. ദൈവം തന്നെ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് എനിക്ക് പകരമായിട്ട് പാപമൊക്കെ അവിടുന്ന് വഹിച്ച് മരിച്ച് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുക, ഇന്നും എന്നെ സ്നേഹിക്കുന്ന ആ വലിയ സ്നേഹത്തെ എൻ്റെ ഉള്ളിലേക്ക് പകർന്നു തന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് ഇന്നും ആവേശവും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ആ സ്നേഹം എന്നെ തേടി വന്നതാണ്. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ, ആ സഹോദരൻ എനിക്ക് പറഞ്ഞു തന്ന ദൈവസ്നേഹത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടി പോയതാ, അദ്ദേഹത്തെ ശരിയാക്കാൻ വേണ്ടി പോയതാ. ആ രാത്രിയിൽ ഞാൻ ശരിയായെന്ന് മാത്രമല്ല, അന്ന് തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ വികാരം, വലിയൊരു ആശയം, വലിയൊരു ദർശനം തന്നെ ഉണ്ടായി. ഇനിയും ജീവിച്ചാൽ ഈ ദൈവത്തിന് വേണ്ടി ദൈവിക സമാധാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം മറ്റിടങ്ങളിൽ എത്തിക്കുവാൻ, അതിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുമായിരുന്നോ എന്നെനിക്കറിയത്തില്ല. അതിൻ്റെ ചെറിയ ഭാരങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പക്ഷേ ദൈവം എൻ്റെ കൂടെ ഇരുന്നു. എൻ്റെ കൂടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും അനേക വിധമായ അത്ഭുതങ്ങൾ ഞാൻ കാണുവാനായിട്ടിട വന്നു. അസാധാരണമായ നിലയിൽ, അത്യത്ഭുതമായ നിലയിൽ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തമ്പുരാൻ ചെയ്യാനായിട്ടിടയായി. എൻ്റെ പിതാവ് ആ ദിവസങ്ങളിൽ ശാരീരികമായി വളരെ രോഗത്തിലൂടെ കടന്നു പോവുക. കരൾ സിറോസിസ് വന്നിട്ട് കരളിലെ നിന്ന് അതിൻ്റെ ആ ദ്രാവകം വയറ്റി വരികയും മറ്റു പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി വലിയ കഷ്ടത്തിലൂടെ പോകുകയാണ്. എന്നാൽ അടുത്തുള്ള ഒരു സുവിശേഷകനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം വന്ന് എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ പിതാവിന് ദൈവിക സൗഖ്യം നൽകി. ആമേൻ. ജീവിതത്തിൽ വലിയ അങ്ങനെ പല പല അത്ഭുതങ്ങൾ കാണുവാനായിട്ടിടയായി തീർന്നു. തുടർന്ന് ഞാൻ ഒരാഗ്രഹം ഉണ്ടായി, നമുക്ക് നമ്മുടെ അറിവുകളൊക്കെ പരിമിതമാണ്. ദൈവവചനത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഈ പരിമിതമായ അറിവുകൾ ഉള്ളൂ. അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഒരു ദൈവവചനം പഠനശാലയിൽ കടന്നു പോകുന്നത് ഞാൻ ഒരു സ്ഥലത്ത് പോയി അന്വേഷിക്കുമ്പോൾ അവിടെ ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ കരുണയാൽ മറ്റൊരു സ്ഥാപനത്തിൽ ഞാൻ പോയി. അവിടെ വേണ്ടതായ എല്ലാ നന്മകളും എനിക്ക് ലഭിച്ചു. നല്ല അധ്യാപകരെ ലഭിച്ചു. വേദപഠനശാലയിൽ കടന്നു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ വാസ്തവം പറഞ്ഞാൽ അവിടെ വന്നതിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന, സാമ്പത്തികമായി കാര്യങ്ങളൊന്നുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആളുമില്ലാത്ത ഒരാൾ ഞാനാണ്. എന്നെപ്പോലുള്ള മറ്റ് കുട്ടികളൊക്കെ ഉണ്ട്, സഹോദരന്മാരൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിമുട്ട്. അന്നത്തെ കാലത്ത് ഒരു പാൻറ്റ്, ഒരു 2 ഷർട്ട്,
പിന്നെ അത്യാവശ്യമുള്ള ഒരു സാധാരണ ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു കവറുണ്ട്. ആ കവറിനകത്തിൽ ഒരു ബൈബിളും ഇതുമായിട്ടാണ് ഞാൻ ദൈവവചനം പഠിക്കാൻ പോകുന്നത്. വാസ്തവത്തിൽ ഈ പോകുന്ന സമയത്ത് പോലും ഇതെങ്ങനെയാണ് നടക്കുന്നത്, ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അവിടെ ചെന്നാൽ എന്തെല്ലാം ചിലവുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ബുദ്ധിയിലൊന്നുമില്ല, അറിയത്തുമില്ല. പക്ഷേ പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. ഒരിക്കൽ ഇന്നും മറക്കാൻ കഴിയാത്തൊരു കാര്യം, അത്യാവശ്യമായി ഒരു ചെറിയ പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ എനിക്കൊരു കത്ത് വന്നു. ഫ്രമില്ല, ഒരു വെറും വെള്ള പേപ്പർ. ആ പേപ്പറിനകത്ത് ഒരു 150 രൂപ, എനിക്ക് ആവശ്യമുള്ളത് 120 രൂപയാണ്. 150 രൂപ വെള്ളപ്പേപ്പറിനകത്ത് വെച്ച് സാധാരണയായിട്ട് മണി ഓർഡറായിട്ടല്ല എൻ്റെ പേരിൽ അയച്ചിരിക്കുക. ഫ്രമില്ല. ഇന്നും എനിക്ക് അത്ഭുതമാണ്. ഞാൻ പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചാൽ, ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ ഒരിക്കലും ദൈവം നമ്മെ കൈവിടുകയില്ല. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ ദൈവം എൻ്റെ ജീവിതത്തെ അത് തെളിയിക്കുവാനിടയായി. അവിടുന്ന് 3 വർഷത്തെ പഠനമൊക്കെ കഴിഞ്ഞു. പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു. കേരളത്തിലെ ശാസ്താംകോട്ട, പനന്തോപ്പ്, തേവലക്കര തുടങ്ങി പലയിടങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്ക് ദൈവം അവസരം തന്നു. തേവലക്കരയിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ മറക്കാൻ കഴിയാത്ത കുറേയധികം അനുഭവങ്ങളുണ്ട്. അതിലൊരു അനുഭവം, ഒരു കുടുംബത്തിലെ ഒരാളോട് ഞാൻ യേശുക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മറ്റൊരു ആരാധനയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നയാളാണ്, മറ്റൊരു ആരാധനയുമായിട്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോട് ആ ദൈവസ്നേഹം പറഞ്ഞു. അദ്ദേഹം നമ്മളുടെ കൂടെ കർത്താവിന് ആരാധിക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ എന്നെ ഉപദ്രവിപ്പാനായിട്ട് വന്നു. ഉപദ്രവിപ്പാനായിട്ട് വരുന്നതിന് ഒരു വലിയ സംഭവം നടന്നത്, അവർ ഒരു ശനിയാഴ്ച ആണ് അവർ തീരുമാനിക്കുന്നത്. പിന്നീടാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. ശനിയാഴ്ചയാണ് അവർ തീരുമാനിക്കുന്നത് ഈ ഞായറാഴ്ച നടക്കുന്ന പ്രാർത്ഥനാ സമയത്ത് കടന്നു വന്ന് എന്നെ ഉപദ്രവിക്കണം. വളരെ അത്ഭുതം എനിക്ക് തോന്നി. വെള്ളിയാഴ്ച ഉറങ്ങി ശനിയാഴ്ച രാവിലെ ഉറക്കം ഉണരുന്നതിന് മുമ്പ് എന്നോട് ഒരാൾ വന്ന് പറയുകയാണ്, ഞായറാഴ്ച നീ ഇവിടെ നിൽക്കരുത്, മറ്റൊരു സ്ഥലത്ത് പോകണം. എവിടെ പോകണം എന്നുള്ളത് ഇല്ലെങ്കിലും അങ്ങനെ പോകാനായിട്ട് ഒരാൾ വന്ന് പറയുക, എൻ്റെ ഉറക്കത്തിൽ ഒരാൾ വന്ന് പറയുകയാണ്, ഞായറാഴ്ച നീ ഇവിടെ ഉണ്ടാകരുത്, മറ്റെവിടെയെങ്കിലേക്ക് നീ പോകണം. അങ്ങനെ ആ ഒരു ചിന്ത എന്നെ ഇങ്ങനെ ഭരിച്ചു. ഞാൻ കോട്ടയത്ത് ഒരു സ്ഥലത്ത് എൻ്റെ ഒരു അധ്യാപകൻ നടത്തുന്ന ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ. ആ സ്ഥലത്തേക്ക് ഞാൻ പോയി. ഞാൻ അവിടെ പോയി ഒരു 10 മണി ആയപ്പോൾ കുറേ അധികം ആളുകൾ എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നു. അവർ വന്ന് ഈ ആരാധനാ സ്ഥലത്ത് കയറി നോക്കിയപ്പോൾ ഞാൻ അവിടെ ഇല്ല. അവിടെയുള്ള ഒരാളോട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. അന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടുന്ന് പോയി. അങ്ങനെ ഞാൻ പറഞ്ഞത്, മനുഷ്യർക്ക് നമ്മെ വിടുവിക്കാൻ കഴിയാത്ത പലവിധ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ വിടുവിച്ചിട്ടുണ്ട്. മറ്റൊരിക്കൽ ഞാൻ വാഹനം ഓടിച്ചു വരുമ്പോൾ എന്നെ തടഞ്ഞു നിർത്തി. അവർ തമ്മിൽ, അന്ന് ഈ ഹെൽമെറ്റ് ഒന്നും വെക്കുന്ന കാലമല്ല, അവർ തമ്മിൽ ഒരു ചെറിയ തർക്കം ഉണ്ടായിട്ട്, എന്നെ എന്തിനാ തടഞ്ഞതെന്നു അവർ തമ്മിലൊരു തർക്കം ഉണ്ടായിട്ട് അവിടെ വെച്ചും ദൈവം എന്നെ വിടുവിച്ചു. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ഇനിയും അമാനുഷികമായി ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആഹാരങ്ങൾ, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പലതും അത്ഭുതകരമായി ദൈവം നടത്തി. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ പിന്നാലെ ഒരാൾ പുറപ്പെട്ടാൽ ഒരിക്കലും അവർക്ക് സങ്കടപ്പെടേണ്ടി വരത്തില്ല. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചില ഞെരുക്കങ്ങളോ കഷ്ടങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ വന്നെന്ന് വരാം. പക്ഷേ ഒരു പ്രതിസന്ധികളിലും ഈ സർവേശ്വരൻ നമ്മെ കൈവിടുന്നില്ല. കൈവിടാതെ നമ്മെ നടത്തുന്ന ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഇപ്പോഴും ഞാൻ ആ പ്രവർത്തനത്തിൽ തുടരുന്നു. കേരളത്തിലും കർണാടകയിലും കുവൈറ്റിലും ചില സ്ഥലങ്ങളിൽ ചില കാലങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുള്ള അവസരം ദൈവം എനിക്ക് നൽകി. മലബാറിൽ ചില സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഹരിപ്പാട്, പള്ളിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു. ഇത് മുൻപേ പറഞ്ഞതുപോലെ കഴിയുന്നിടത്തോളം ഈ സുവിശേഷം, രക്ഷാസന്ദേശം ആളിലെത്തിക്കുക എന്ന വലിയ ദർശനത്തോടെ ആണ് ആയിരിക്കുന്നത്. നിങ്ങളും ജീവിതത്തിലൊരു പ്രശ്നത്തിലാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ കാണും. നാം ഓരോരുത്തരെയും വലിയ ചുമതലയാണ് ഈ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കുവാൻ. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റേതെങ്കിലും കഷ്ടതയിലും ഭാരത്തിലുമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ യേശുവിലേക്ക് നോക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. സർവേശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. സമാധാന രക്ഷകന്റെ ദൂതുവാഹിയായി ഇന്ന് പലയിടങ്ങളിൽ യാത്ര ചെയ്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് ഈ സുവിശേഷകൻ.
യേശുവിൻ സ്നേഹം